തെരുവനായ ആക്രമണത്തെ തുടർന്ന് പേ വിഷബാധയ്ക്കെതിരെ 3 കുത്തിവയ്പ്പെടുത്തിട്ടും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന പെൺകുട്ടി മരിച്ചു. വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തലച്ചോറിലേക്ക് വൈറസ് പടർന്നതാണ് മരണകാരണം. വിദഗ്ധ പരിശോധനയിൽ അഭിരാമിക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചു. തെരുവുനായയുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ് 3 ഡോസ് വാക്സിൻ എടുത്ത പത്തനംതിട്ട മൈലപ്ര സ്വദേശിനിയായ അഭിരാമിയെ ശനിയാഴ്ചയാണ് കോട്ടയം ICHൽ പ്രവേശിപ്പിച്ചത്. പേ വിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിച്ച പെൺകുട്ടിയുടെ ജീവൻ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് നിലനിർത്തിയത്. വൈറസ് ബാധ തലച്ചോറിലേക്കും വ്യാപിച്ചതോടെ ഉച്ചയ്ക്ക് 1:45 മരിച്ചു. ഇന്ത്യ രാജ്യം ഒരു മഹാദുരിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഇന്ന് ജീവിതം ഇല്ലാതാവുകയാണ്. ജനവാസ കേന്ദ്രങ്ങളിൽ തെരുവ് പട്ടികളും വന്യമൃഗങ്ങളും അതോടൊപ്പം തന്നെ കുരങ്ങുകളും വിലസി നടക്കുകയാണ്. അവ പെറ്റുപെരുകി മനുഷ്യർക്കായി കൂടുതലും അംഗസംഖ്യയായിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ഈവൻ ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും എന്തിനു പറയുന്നു, ഇപ്പോൾ എയർപോർട്ടിലടക്കം തെരുവ് പട്ടികൾ വാഴുകയാണ്. മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നൊരവസ്ഥ. സാധാരണക്കാർക്ക് ജീവിതം ഇല്ല. പാവപ്പെട്ട സ്ത്രീകൾ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. പാവപ്പെട്ട കുട്ടികൾക്ക് നടന്നു പോകുന്ന കുട്ടികൾക്ക് സ്കൂളുകളിൽ പഠിക്കുവാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്കും ഭയാനകമായി വരികയാണ് നമ്മുടെ ഇന്ത്യ രാജ്യം ഇന്നിപ്പോൾ. ഇവിടെ ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ ശ്രദ്ധിക്കുകയാണ്. ആ വീഡിയോയുടെ തലക്കെട്ട് റീലായിട്ട് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ്. അതിന്റെ തലക്കെട്ട് ഇതാണ്: അവൾ അനാഥയാണ്, എന്നാൽ അവൾ സുരക്ഷിതയാണ് എന്ന തലക്കെട്ടിലൂടെ ഒരു വീഡിയോ ഇപ്പോൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താണ് അവർ കാണിക്കുന്നതെന്ന് വീഡിയോ നിങ്ങൾക്ക് കാണാം. ഒരു കൊച്ച്, 10 വയസ്സുള്ള ഒരു കൊച്ചിനെ കൊണ്ട്, അത് ചേരിയിലൊരു കൊച്ചായിരിക്കും, ആ കൊച്ചിനെ കൊണ്ട് തെരുവ് പട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്ത് രാവും പകലും പട്ടിയോടെ നടക്കുക, പട്ടിയുടെ ഉറങ്ങുക, പട്ടിയോടെ കളിക്കുക, അങ്ങനെ കൊച്ചിന്റെ ജീവിതം മുഴുവനും തെരുവ് പട്ടികളുടെ കൂടെ നടത്തുകയാണ്. അതെല്ലാം വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ ആരാണ്? ഒരു ചോദ്യം ചോദിക്കുന്നതാണ്, ആരാണ് ഇങ്ങനെ ചെയ്യുന്നത്? വേറെ ആരുമല്ല. ഇവിടെ ഈ മൃഗസ്നേഹികളും നായസ്നേഹികളും അല്ലെങ്കിൽ കപട സ്നേഹികൾ എന്ന് പറയുന്ന ഈ കൂട്ടര് മരുന്ന് കമ്പനി, പേ വിഷബാധ മരുന്ന് കമ്പനി ലോബികളായിട്ട് അവരുടെ ബിനാമിയായിട്ട് ഇറങ്ങി തിരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് മുഴുവനും തെരുവ് പട്ടികളും കുരങ്ങുകളും വിലസണം. ഇതാണ് അവരുടെ ലക്ഷ്യം. ഈ ഗൂഢലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സാമൂഹ്യ വിരുദ്ധരെ തന്നെ ഇവിടുന്ന് മാറ്റണം, അവരെ ഒറ്റപ്പെടുത്തണം, അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു, ഈ കൊച്ചിനെ അവർ പഠിപ്പിക്കുന്നുണ്ടോ? ഇപ്പോൾ 10 വയസ്സ് പ്രായമുള്ള കൊച്ച് ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല. എന്താണ് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടോ? ആ കൊച്ചിന്റെ മൗലികാവകാശം അവർ നേടി കൊടുക്കുന്നുണ്ടോ? ആ കൊച്ചിനെ കൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ആ കൊച്ചിനെ പട്ടികളുടെ കൂടെ വിട്ടേക്കാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മുതൽ സകല മന്ത്രിമാരെ, സകല ഭരണകർത്താക്കളെ, രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ, നിങ്ങൾ തെരുവുനായ വിഷയത്തിൽ ഈ മഹാവിപത്തിനെതിരെ, മഹാദുരന്തത്തിനെതിരെ ഇവിടുത്തെ ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി നിയമങ്ങൾ മാറ്റി എഴുതിക്കൊണ്ട്, നിയമങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് അതിനായ നടപടികൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടത്തണമെന്ന് 140 കോടി ജനങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. പ്രധാനമന്ത്രിയും എല്ലാ മന്ത്രിമാരും ഒറ്റക്കെട്ടായി ഇതിന് മുന്നോട്ട് വരണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുന്നു.